ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സോയാബീൻ ഫ്രൈ ആണ്. നമ്മളുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോയാബീൻ. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വലിയ സോയാബീൻ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വയ്ക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ. തിളച്ചതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലോണം പിഴിഞ്ഞ് വെള്ളമൊക്കെ പോക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ജീരകം, പിന്നെ കറിവേപ്പില, പിന്നെ ഈ കോൺഫ്ലോർ പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. തൈര്, ലേശം തൈര്, ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച സോയാബീൻ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ടത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും മുളക് കീറിയതും ഇട്ടിട്ട് അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ സോയാബീൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണേ.